കോഴി പൊരിച്ച് ബിരിയാണി ഉണ്ടാക്കുക. നല്ല ഇറച്ചിയൊക്കെ വെന്ത് ജ്യൂസിയായി നല്ല അടിപൊളി നല്ല ടേസ്റ്റി ബിരിയാണിയാണ്. ഞാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ നാത്തൂനാണ് ഉണ്ടാക്കുന്നത്. നാത്തൂൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. 2 കിലോ ചിക്കൻ കൊണ്ടാണ് ബിരിയാണി വെക്കുന്നത്. ചിക്കന് ആദ്യം തന്നെ കുറച്ച് തൈരും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കായം തേച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ അതിക്ക് നമ്മൾ ഒരു 8 ഉള്ളിയാണ് സാധാരണ എടുക്കേണ്ടത്. 8 വലിയ ഉള്ളി. പക്ഷേ അത് കുഞ്ഞു ഉള്ളി ആയതുകൊണ്ട് നമ്മളൊരു 13-14 ഉള്ളി എടുത്തിട്ടുണ്ട്. ആ അരിഞ്ഞ് വെച്ച ഉള്ളിയിൽ തന്നെ ഒരു 3 പിടി വലിയുള്ളി വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. മേലിട്ട് കൊടുക്കാനാണ് കേട്ടോ. പിന്നെ ഇറച്ചി ഒന്ന് നല്ലോണം വാട്ടി നല്ല ഹൈ ഫ്ലെയിമിൽ നല്ല തീ കത്തിച്ച് വാട്ടിയെടുത്തുകൊണ്ട് ഒന്ന് കോരി മാറ്റി വെക്കുക. കോഴി പൊരിച്ച് മാറ്റി വെച്ച വെളിച്ചെണ്ണയ്ക്ക് ആ വലിയുള്ളി ഇട്ടുകൊണ്ട് വഴറ്റുക. പാകത്തിന് ഉപ്പിട്ട് വഴറ്റണം കേട്ടോ. കോഴി പൊരിച്ച വെളിച്ചെണ്ണ ആയതുകൊണ്ട് ചിലപ്പോൾ അതിൽ തന്നെ കുറച്ച് ഉപ്പുണ്ടാവും. അതൊക്കെ നോക്കി ഉപ്പും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ആ വഴറ്റിയ ഉള്ളിക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്നും കൂടി നല്ലോണം ഇളക്കുക. ഒരു വലിയ ഇഞ്ചി കഷ്ണവും 2 കുടം വെളുത്തുള്ളിയും 4 പച്ചമുളകും ഒരു ചെറിയ സ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് അത് അരച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ സ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആ തക്കാളിയും കൂടി ഇട്ട് വഴറ്റുക. കുറച്ച് അടി പിടിച്ച പോലെയൊക്കെ തോന്നും നമുക്ക്. പക്ഷേ തക്കാളി ഇടുമ്പോൾ അതൊക്കെ ശരിയാവും, അതൊക്കെ വിട്ട് വരും. അപ്പോൾ തീ നല്ല അധികം കത്തിക്കണ്ട, പാകത്തിന് നോക്കി കത്തിച്ച് നല്ലോണം വഴറ്റിയെടുക്കുക. 2 സ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുത്തുകൊണ്ട് ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. 2 കിലോ അരിയാണ് ഇതിനെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിക്കൊരു 1.5 പിടി മല്ലിയിലയും കൂടിയും ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യമാണെങ്കിൽ മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാണ്ട് ഗരം മസാല 1 സ്പൂണും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ മാറ്റി വെച്ച ചിക്കന് അതിലിട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടിയും താത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണീൻ്റെ ടേസ്റ്റിൻ്റെ സീക്രട്ടാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വീഡിയോ കൂടി ഇപ്പോൾ ഇതെല്ലാം പുറത്ത് ചാടും. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. കോഴി പൊരിക്കാനെടുത്ത വെളിച്ചെണ്ണ മാത്രമല്ല നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണയ്ക്ക് പാർന്ന് കൊടുക്കുന്നുണ്ട്. മിൽക്കി മിസ്റ്റിൻ്റെ കേട്, വലിയ സ്പൂണ് മിൽക്കി മിസ്റ്റിൻ്റെ കേട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. പൊരിച്ച ഉള്ളിക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. നമ്മൾ ചിക്കൻ ഇവിടെ നല്ല അടിപൊളിയായി വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചുകൊണ്ട് അരി അതിലിട്ടുകൊണ്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. കുറച്ചും കൂടി വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാവരും കയ്യും കൂടിയും താത്ത ഒറ്റയ്ക്ക് വെച്ചതല്ല. താത്ത ഇങ്ങനെ സാധനങ്ങൾ പറഞ്ഞു തന്ന് നമ്മളെല്ലാവരും കൂടി ഇളക്കി ചേർത്ത് ഉണ്ടാക്കിയതാണ്. താത്താൻ്റെ ബിരിയാണി നമ്മളെല്ലാവരും ഇളക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ വന്നിരുന്നു. പക്ഷേ നല്ല അടിപൊളി, ഞങ്ങൾ ഇളക്കിയെന്ന് വിചാരിച്ച് അതിൻ്റെ ടേസ്റ്റൊന്നും പോയിട്ടില്ല. നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടി. അടിപൊളി ബിരിയാണിയാണ്, നല്ല ടേസ്റ്റി ബിരിയാണിയാണ്, നല്ല ജ്യൂസി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.